14ാം പഞ്ചവത്സര പദ്ധതിയിലെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണ ഭാഗമായി കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തും വികസന സെമിനാർ നടത്തി. കരിന്തളം കോയിത്തട്ടയിലെ കുടുംബശ്രീ ഹാളിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കാർഷിക മേഖലയിൽ 2 കോടിയിലധികം രൂപയും പാർപ്പിട മേഖലയിൽ 4 കോടിയിലധികം രൂപയും അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കും റോഡ് വികസനത്തിനുമെല്ലാമായി 5 കോടിയിലധികം രൂപയും നീക്കിവെച്ചിട്ടുള്ള കരട് പദ്ധതികളാണ് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതിയുടെയും 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെയും ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ അവതരിപ്പിച്ചത്. കരിന്തളം കോയിത്തട്ടയിലെ കുടുംബശ്രീ ഹാളിൽ വെച്ച് നടത്തിയ സെമിനാർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒക്ലാവ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 14ാം പദ്ധതിയുടെ അവസാനത്തെ 26-27 വർഷത്തേക്കുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമസഭ വിളിച്ചത്. ഗ്രാമസഭയ്ക്ക് മുമ്പ് നമുക്കറിയാം, പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. ആ വർക്കിംഗ് ഗ്രൂപ്പ് കേരള നിർദ്ദേശം അംഗീകരിച്ചു. ആ കേരള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഗ്രാമസഭയിൽ നമ്മൾ പങ്കെടുത്ത കേരള ചർച്ചയ്ക്ക് വിധേയമാക്കി. അതിനുശേഷം വേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഭരണസമിതികളും ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് പദ്ധതി അന്തിമ ലിസ്റ്റ് അന്തിമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് വികസന സെമിനാർ നടക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം രാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുരേന്ദ്രനാണ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചത്. കില കോർഡിനേറ്റർ അജയൻ പണിയാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന തോമസ്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറക്കോൽ രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ചിത്രലേഖ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ടി ശ്യാമള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി സജിത് കുമാർ, പഞ്ചായത്ത് അംഗം മുഹമ്മദ് കെ നൌഷാദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി എ വി സന്തോഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി സജീന്ദ്രൻ പുതിയപുരയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.